ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കൂടുതൽ വേണ്ട നിങ്ങളുടെ സപ്പോർട്ടാണ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ബിരിയാണി. അതിന് വേണ്ടി ചിക്കനും തക്കാളിയും സവാള പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ബിരിയാണി മസാല എടുത്തിട്ടുണ്ട്, ചിക്കൻ മസാല, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, പുതിന എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നെയ്ച്ചോറിനുള്ളതാണ്. പട്ടയും ഗ്രാമ്പു, ബിരിയാണി ലീഫും, ക്യാരറ്റ്, സവാള. ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, നെയ്ച്ചോറിൻ്റെ അരി. നമുക്ക് ആ സൈഡിൽ മാറ്റി വെച്ചിട്ട് ഇതിപ്പോൾ ചിക്കനൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ആക്കാൻ വെക്കാം. എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ ബിരിയാണി വെക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. അത് മാറ്റി വെച്ചിട്ട് നമുക്കിപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള എല്ലാം നോക്കാം. അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ദമ്മിടുന്നില്ല, കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അത് ഗ്യാസ് കത്തിച്ചിട്ട് അതിൽ കുക്കർ വെച്ച് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും എടുക്കുന്നുണ്ട്. അതിലേക്ക് ബിരിയാണി ലീഫ്, പട്ടയും ഗ്രാമ്പും, ഏലക്ക, പിന്നെ സവാള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വേഗം മൂത്ത് വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം ഫ്രണ്ട്സ്, ഞങ്ങൾ ബിരിയാണിക്ക് ഇടുന്നില്ല, ചിക്കനിന് ഇടുന്നുണ്ട്, ചിക്കൻ ഗ്രേവിക്ക് ഇടുന്നുണ്ട്, നെയ്ച്ചോറിന് ഇടുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചിടണേ. ഇപ്പം ഞാൻ ക്യാരറ്റ് കൂടി ഇട്ടിട്ട് അത് കുറച്ചൊരു പച്ചമണം പോകുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിന്. ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കുറച്ചിട്ടാണ് ഞാൻ എടുത്തിന്. ഇപ്പം ഞാൻ ലെമൺ കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിന് എന്ത് പറഞ്ഞാൽ നമുക്ക് ചോറ് പറ്റാൻ പാടില്ല, നല്ല പിരിപിരിയായിട്ടുണ്ടാവണം. വെള്ളം തളിച്ച് വന്നപ്പാട് നമ്മൾ അതിലേക്ക് അരിയും കൂടി ഇടുന്നുണ്ട്. അരി ഇട്ടിട്ട് അതിൻ്റെ മൂടി അടിച്ച് വെച്ചിട്ട് ഒറ്റ ഒരു വിസിലേക്ക് കൂക്കണ്ടു. കൂക്കിയപ്പാട് അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ ചിക്കൻ പൊരിക്കാൻ റെഡിയാക്കുന്നുണ്ട്. ഒരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കന് നിമിഷം കൊണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുമ്പോഴത്തേന് നമ്മളെന്നാക്കണ്ടേ, വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നമുക്ക് പേസ്റ്റാക്കിയിട്ട് വരണം. അതുകൊണ്ട് ഒരു മിക്സി ജാറിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ചെറുങ്ങനെ ഒന്ന് കറക്കി എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ അതായി നമ്മളുടെ ചിക്കന് കൂടി പൊരിക്കാനായി. എളുപ്പത്തിൽ വേണ്ടി പെട്ടെന്നുള്ള ചിക്കൻ ബിരിയാണി ഫ്രണ്ട്സ്. അങ്ങനെ ആയിട്ടാണ് ഞാനിങ്ങനെ ആക്കുന്നത്. ദമ്മിലിടുമ്പോൾ കുറേ വൈകും നമുക്ക്, അതെല്ലാം നമുക്ക് പറ്റുന്ന പണിയല്ല, അതുകൊണ്ട് ഞാൻ എളുപ്പത്തിലാക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഗ്രേവി റെഡിയാക്കേണ്ടതാണ്. ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് ഒരു പാത്രം കൂടി വെക്കുന്നുണ്ട്. അതിലേക്ക് എന്നാക്കണ്ടേ, ഓയിൽ കൂടി ഒഴിക്കണം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ സവാളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള മൂത്ത് വരാൻ വേണ്ടിയിട്ട് എന്തായാലും ഉപ്പ് ഇടണം. കുറച്ച് ഞാൻ ഇടുന്നുള്ളൂ ഉപ്പ്. എന്താണ്, ഉപ്പ് കൂടിപ്പോയാൽ പ്രശ്നമാണ്. ഉപ്പ് കുറഞ്ഞ വേണമെങ്കിൽ നമ്മൾ വീണ്ടും ഇടാം. ഇപ്പം ഞാൻ തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി അതിൻ്റെ അപ്പുറം കുറച്ച് വറ്റി വരുമ്പോഴത്തേന് നമുക്കെന്നാ മല്ലിയിലയും പുതിന കൂടി അതിലേക്കിട്ട് കുറച്ച് ഇളക്കി കൊടുക്കാം. അതായപ്പാട് ബിരിയാണി മസാലയും ചിക്കൻ മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി അതിലേക്കിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എണ്ണ വേറെ സെപ്പറേറ്റായിട്ട് വരണം. അന്നേരം നമുക്ക് അതിലേക്ക് ചിക്കനും കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പറയുന്നതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണേ. അങ്ങനെ അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതും കൂടി അങ്ങനെ തന്നെ എണ്ണ തന്നേ വരണം. ചിക്കൻ തന്നെ പുറത്തേക്ക് സെപ്പറേറ്റായിട്ട് വരണം. നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു എന്താ പറയണ്ടേ, ഒരു ബ്ലാക്ക് കളർ ആവുന്നവരെ നമുക്ക് നല്ലോണം വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി വെച്ചിട്ട് ഒറ്റൊരു സവാള ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഇപ്പുറത്തെ സൈഡ് ഗ്രേവി റെഡി ആയിട്ടുണ്ട്, ഉള്ളിയും റെഡിയായി. നമ്മളെന്താ വേണ്ടേ, നെയ്ച്ചോറ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഗ്രേവിയും കൂടി ഇടുക, അതിൻ്റെ മുകളിൽ നെയ്ച്ചോറും കൂടി ഇടുക. ഇട്ടിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഉള്ളിയെല്ലാം മാറ്റി വെച്ച് അതിലേക്ക് കുറച്ച് ഇങ്ങനെ തൂവി കൊടുക്കണം. അന്നേരം എന്താ രസം മക്കളെ കാണാമെന്ന്, സൂപ്പറായിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ, മറക്കല്ലേ. സിമ്പിളായിട്ട് പെട്ടെന്നുള്ള ഉണ്ടാക്കേണ്ട ഒരു ബിരിയാണിയാണ് മക്കളെ. വേഗം ഒന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാവരും പോയി കഴിച്ചിനൊക്കെ. അടിപൊളി ബിരിയാണിയാണ്, സൂപ്പറായിട്ട്. നമ്മൾ ഹോട്ടലിലൊന്നും പോകാൻ വേണ്ട, വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് അടിപൊളിയായിട്ട് കഴിക്കാം. അങ്ങനെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇന്നൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ, സീ യു.